നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് കണ്ടു കാണും. പക്ഷേ ഈ വീഡിയോ ഇത്തരത്തിലുള്ള 99% വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തെ കാര്യമായി തന്നെ സ്വാധീനിക്കും. ലോകത്തിലെ എല്ലാവരും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും 1% ആളുകൾ മാത്രമാണ് അത് നേടുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം? കാരണം നമ്മുടെ ജീവിതം നമ്മുടെ കൺട്രോളിൽ അല്ല എന്നാണ്. നമുക്ക് 1% ആളുകളുടെ അടുത്ത് പോലും എത്താൻ പറ്റാത്തത് നമ്മളൊരു തരം മാട്രിക്സിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കാരണം ഇന്നത്തെ തലമുറ 5 മണിക്കൂറെങ്കിലും ദിവസേന മൊബൈലിൽ ചിലവാക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് സമൂഹത്തിൻ്റെ മുകൾ തട്ടിലേക്ക് എത്താൻ കഴിയാത്തത്. കാരണം ഇതിൽ സമൂഹ മാധ്യമങ്ങൾക്കും ഫിലിം ഇൻഡസ്ട്രിയിലുകൾക്കും ഒരുപോലെ പങ്കുണ്ട്. ഇതിനോട് നമ്മൾ പലരും യോജിക്കണമെന്നില്ല, പക്ഷേ ഇതൊരു പച്ചയായ സത്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആരുമായി തീരില്ല എന്ന് വേരുറപ്പിക്കുന്നത് ചില സിനിമകളിൽ നിന്ന് തന്നെയായിരിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്താൽ മാത്രമേ സിനിമ ഇൻഡസ്ട്രി പലതും യാഥാർത്ഥ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോഷ്യൽ മീഡിയ അഥവാ സമൂഹ മാധ്യമങ്ങൾ ഇതിലും മോശമാണ്. കാരണം കഴിഞ്ഞ 5-6 വർഷങ്ങളായി സോഷ്യൽ മീഡിയ നമ്മളെ വളരെയധികം നെഗറ്റീവായി സ്വാധീനിക്കുന്നു. ഈ ഒരു സോഷ്യൽ മീഡിയ നമ്മളെ നശിപ്പിക്കുന്ന ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സിനിമയും സമൂഹ മാധ്യമങ്ങളും നമ്മളെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. പക്ഷേ സിനിമ അങ്ങനെയല്ല. ഒരുപാട് ടൈം എടുത്തുകൊണ്ട് നമ്മുടെ ബ്രെയിൻ വൈറ്റ് വാഷ് ചെയ്യുകയാണ്. ഒരു സിനിമ നമ്മുടെ ജീവിതത്തിൽ എത്ര സ്വാധീനം ചെലുത്തുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. സിനിമയും സോഷ്യൽ മീഡിയയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ സമയമെല്ലാം കൊണ്ടുപോയി നഷ്ടപ്പെടുത്തുകയാണ്. ഈ ഒരു സമയമെടുത്ത് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തതുകൊണ്ടാണ് ഈ 2 ഇൻഡസ്ട്രികളുടെ തലപ്പത്തിരിക്കുന്നവർ ഇത്രയും അധികം പൈസ ഉണ്ടാക്കിയത്. ഈ ഒരു സോഷ്യൽ മീഡിയ മാട്രിക്സിലേക്ക് നമ്മളെല്ലാവരും പോയി ചാടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്ന് പിന്നെ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. കാരണം ഇൻ്റർനെറ്റിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നു കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരും ഒന്നും തന്നെ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല. മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അക്യൂർ എന്നിവർ പല കാര്യത്തെ പറ്റി സംസാരിക്കും. ചിലർ പറയും ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം പണമാണെന്ന്. എന്നാൽ മറ്റു ചിലർ പറയുന്നു പണമല്ല, ആത്മീയതയാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ ആശങ്കയിലാക്കി മാറ്റുന്നു. എന്നാൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് നിങ്ങളിൽ നിന്ന് വരുമാനമുണ്ടാക്കുകയാണെന്നാണ് ആരും വെളിപ്പെടുത്താത്ത സത്യം. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ. ഇങ്ങനെ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്കത് ശരിക്കും ഉപകാരപ്രദമാകുന്നുണ്ടോ? ഇതേ കാര്യം സന്ദീപ് മഹേശ്വരി എന്ന മോട്ടിവേഷൻ സ്പീക്കർ സമ്മതിക്കുന്നുണ്ട്. ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടതുകൊണ്ട് ആരുടെയും ജീവിതം മാറിമറിയാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോണ്ടന്റിൽ ഇത് കൊണ്ടുവന്നു. എന്നിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് കോഴ്സ് സെല്ല് ചെയ്യുന്നവരെ അദ്ദേഹം 99% ഫ്രോഡാണെന്ന് അദ്ദേഹം പറയുകയുമുണ്ടായി. അവർ ഒരു സ്കില്ലുമില്ലാതെ ആർക്കു വേണമെങ്കിലും ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇനി ഇതുപോലത്തെ കോഴ്സ് എൻറോൾ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് ഗുണമുണ്ടോ എന്ന കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ഇതുകൊണ്ട് അവർ അവരുടെ ജീവിതമാണ് ആസ്വദിക്കുന്നത്. ഇത്തരം ആളുകളെ ഫോളോ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നമ്മളെ വർഷങ്ങളായി ബ്രെയിൻ വാഷ് ചെയ്യുന്ന സിനിമ ഇൻഡസ്ട്രികളെ പറ്റി ഇനി പറയാം. പ്രൊഫഷനിസം, ജീവിത വിജയം, പ്രണയം എന്നിങ്ങനെ കാര്യങ്ങൾ പെരുപ്പിച്ചു കാട്ടിക്കൊണ്ട് യുവതലമുറ നശിപ്പിക്കുകയാണ് ഇവർ. ഈ ഒരു മാട്രിക്സിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ എന്തെങ്കിലും തീരുമാനിക്കുമ്പോൾ നമ്മുടെ വഴികളിലെല്ലാം മുഴുവൻ വെല്ലുവിളികളായിരിക്കും. നമ്മളൊരിക്കലും അവിടെ എത്താൻ അനുവദിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അവയെ ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ.
ഭൂരിഭാഗം ആളുകളും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടു ഭയന്ന് പിൻവലിക്കുന്നു. കാരണം അവർക്ക് സ്റ്റോയിക് ഫിലോസഫിയെക്കുറിച്ച് അറിയില്ല. അതിൽ പറയുന്നത് നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശവും ചിന്തിക്കണം. നിങ്ങളൊരു ദിവസം പഠിക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ ബെസ്റ്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷേ വേസ്റ്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് തീരെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൂടി മുമ്പിൽ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിത വിജയം നേടാൻ സാധിക്കൂ. മൂന്നാമത്തെ ഫിലോസഫി സന്ദീപ് മഹേശ്വരി പറഞ്ഞ ഒരു കാര്യമാണ്. ഇതിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞല്ലോ എന്ന കുറ്റബോധം ഇല്ലാതിരിക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം സിനിമയും സോഷ്യൽ മീഡിയ വീഡിയോസും കണ്ട് പാഴാക്കാതെ നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ വിനിയോഗിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു.